അറബ് മണലാരണ്യത്തിൽ മാത്രമല്ല മലയാളക്കരയിലും ഈത്തപ്പഴം കായ്ക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രവാസി വ്യവസായിയായ പാനൂരിനടുത്ത പുത്തൂർ കണ്ണങ്കോട് സ്വദേശി പൂതങ്കോട് റസാക്ക്. 6 ഈന്തപ്പനകളാണ് റസാക്കിന്റെ പറമ്പിൽ കായ്ച്ചു നിൽക്കുന്നത്. ചൂട് തുണച്ചതോടെ മണലാരണ്യത്തിൻ്റെ സ്വന്തമായ ഈത്തപ്പഴം നമ്മുടെ നാട്ടിലും കായ്ച്ചു. ചെന്നൈയിൽ നിന്ന് ഒരു തൈക്ക് 5000 രൂപ വീതം നൽകിയാണ് റസാക്ക് ഈത്തപ്പഴത്തിൻ്റെ തൈകൾ വാങ്ങിയത്. വീട്ടുമുറ്റത്ത് നട്ട ഈത്തപ്പഴ തൈക്ക് നല്ല ഉഷ്ണം ലഭിച്ചതാണ് കായ്ക്കാൻ കാരണമെന്ന് റസാക്ക് പറഞ്ഞു. 30 വർഷത്തോളമായി ഞാൻ പ്രവാസിയാണ്. ഖത്തറിലാണ് എൻ്റെ ബിസിനസ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഈത്തപ്പഴം കാണുമ്പോൾ നമ്മൾ നാട്ടിൽ എന്തുകൊണ്ട് ഇത് നട്ടുകൂടാ എന്നുള്ളൊരു ചിന്ത വരികയും അതിനടിസ്ഥാനത്തിൽ ചെന്നൈയിൽ നിന്ന് ഞാൻ 7 തൈകൾ വാങ്ങി നടുകയുമാണ് ഉണ്ടായിരുന്നത്. വളർന്നു വന്ന് ഇപ്പോഴത്തെ ചൂടിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയും കായ്ച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് കായ്ക്കുമ്പോൾ ചൂടുണ്ടായിരുന്നില്ല. പക്ഷേ ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ കായ്കൾ വണ്ണം വെച്ച് വരികയും ശരിക്ക് ഗൾഫിലൊക്കെ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ ഹ്യൂമിഡിറ്റി കൂടുന്ന അവസരത്തിലാണ് ഇത് പഴുക്കാറ്. ചൂട് കാറ്റടിച്ചിട്ട് ഉണ്ടാകുന്ന സമയത്ത് നല്ലോണം പഴുത്തതായിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഈ കാലാവസ്ഥ ഇതുപോലെ തന്നെയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്ത് ബിസിനസ് അടിസ്ഥാനത്തിൽ പിടിപ്പിച്ചാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. അതൊരു കർഷകർക്കൊരു മുതൽക്കൂട്ടായിരിക്കും ഈ സംരംഭം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, കാലാവസ്ഥക്കനുസരിച്ചിട്ടുള്ള കൃഷികൾ നമ്മൾ ചെയ്യാമല്ലോ. പല കൃഷികളും നമുക്ക് കാലാവസ്ഥ കൊണ്ട് നശിച്ചു പോകുന്ന അവസരത്തിൽ ഇതുപോലത്തെ കൃഷികളിലേക്ക് നമുക്ക് എന്താ പറയുക കടന്നു ചെല്ലാൻ സാധിക്കും. അതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. സാധാരണയായി ഗൾഫ് രാജ്യങ്ങളിലാണ് ഈത്തപ്പന വളരുന്നത്. റസാക്കിൻ്റെ മാതാവ് പൂതങ്കോട് ഫാത്തിമ ഹജ്ജുമ്മയാണ് ഈത്തപ്പന പരിപാലിച്ചു പോന്നത്. നിരവധി ആളുകളാണ് വിശേഷ ദിവസങ്ങളിലും കല്യാണ ഫോട്ടോകൾ എടുക്കുന്നതിനും മറ്റുമായി ഇവിടെ എത്തുന്നത്. റസാക്കിൻ്റെ ഈത്തപ്പഴ കൃഷിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് കോമ്പൗണ്ടിലും ഈത്തപ്പഴ കൃഷി ആരംഭിച്ചിട്ടുണ്ട്.